പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, തൊഴിലില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയായിട്ടാണ് ഈ ആരാധനാ സമയം നമ്മൾ നീക്കിവെച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ പുത്രൻ്റെ വലിയ സാന്നിധ്യം വഴി തൊഴിൽ മേഖലകൾ തുറക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ദൈവം ക്ഷമിക്കപ്പെടാൻ വേണ്ടി നമുക്ക് സങ്കീർത്തനം 51 ഈ നിമിഷം ചൊല്ലി നമ്മളെ തന്നെ നവീകരിക്കണമേ, തൊഴിലിൻ്റെ മേഖലകൾ തുറക്കണമേ. വിദേശത്തും സ്വദേശത്തും തൊഴിലില്ലാതെ വിഷമിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിനും കഴിവിന് യോഗ്യതകൾക്കനുസരിച്ചുള്ള തൊഴിലുകൾ ലഭിക്കാനായിട്ട് ഈശോയെ അവരോരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പരിശുദ്ധ കുർബാനയിലൂടെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ കുർബാനയെ, പരിശുദ്ധ കുർബാനയെ, പരിശുദ്ധ കുർബാനയെ. തൊഴില് ഇല്ലാതെ വിഷമിക്കുന്ന ഓരോ മക്കളെയും ഈ സവിധത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയെ, പരിശുദ്ധ കുർബാനയെ, പരിശുദ്ധ കുർബാനയെ. തൊഴിലില്ലാതെ വിഷമിക്കുന്ന വിദേശത്തും സ്വദേശത്തും തൊഴിലില്ലാതെ വിഷമിച്ചലയുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ തൊഴിലിൻ്റെ മേഖലകളിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടാനായിട്ട് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിപ്പെടാൻ വേണ്ടി സങ്കീർത്തകനോടൊപ്പം ഞങ്ങളും സങ്കീർത്തനം 51 ചൊല്ലി ഞങ്ങളുടെ പാപക്കറകൾ കഴുകപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ആരാധനാ സമയം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. തൊഴിലില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവം തൻ്റെ പുത്രൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ തൊഴിലുകളിലെ മേഖലകൾ തുറന്നു കൊടുക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങ് വിധിവാചകം പറയുമ്പോൾ അവ കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴികൾ പഠിപ്പിക്കും.
പാപികൾ അങ്ങിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച സിയോനോട് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. ദൈവമേ, ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ ജോലിയുടെ തടസ്സങ്ങൾ നീക്കിക്കൊടുക്കണമേ. ദൈവമേ, ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. വിദേശത്തും സ്വദേശത്തും ജോലിയിൽ തടസ്സം നേരിടുന്ന മക്കളെ അവരുടെ വിദ്യാഭ്യാസത്തിനോട് അനുസരിച്ച്, അവരുടെ യോഗ്യതകൾക്കനുസരിച്ച്, അവരുടെ പഠനങ്ങൾക്കനുസരിച്ച് ജോലി കണ്ടെത്താനായിട്ട് ഉള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ. ജോലിയുടെ എല്ലാ തടസ്സങ്ങളും നീക്കിക്കളയണമേ. ദൈവമേ, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ പരിശുദ്ധ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവമേ, 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 ദൈവമേ. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവായ ദൈവമേ, അങ്ങേ തിരുവചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജോലിയുടെ തടസ്സങ്ങൾ മാറ്റിത്തരണമേ. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങേ തിരുവചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജോലിയുടെ തടസ്സങ്ങളെ നീക്കിത്തരണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജോലിയുടെ തടസ്സങ്ങളെ നീക്കിത്തരണമേ. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. കർത്താവായ ഈശോയെ, അങ്ങേ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജോലി തടസ്സങ്ങൾ മാറ്റിത്തരണമേ. ഈ പ്രാർത്ഥനയിൽ, ഈ ധ്യാന സമയത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരോട്, സഹോദരങ്ങളോട്, സഹോദരികളോടൊത്ത് ജോലിക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങേ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ജോലി തടസ്സം മാറ്റിത്തരണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 10-ാം വാക്യം. യൂദയുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലം അവിടുത്തെ മുമ്പിലുണ്ട്. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കൈകളിലുണ്ട്, പ്രതിഫലം അവിടുത്തെ മുമ്പിലുമുണ്ട്. കർത്താവായ ഈശോയെ, അങ്ങേ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജോലി തടസ്സങ്ങൾ മാറ്റിത്തരണമേ. കർത്താവായ ഈശോയെ, അങ്ങേ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജോലി തടസ്സങ്ങളെ മാറ്റിത്തരണമേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശനത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്.
നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. 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 കർത്താവായ ഈശോയെ, അങ്ങേ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജോലി തടസ്സങ്ങളെ മാറ്റിത്തരണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജോലി തടസ്സങ്ങളെ മാറ്റിത്തരണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം: പിതാവ് എന്നോട് കൂടെയുണ്ട്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങേ തിരുവചനങ്ങളുടെ ശക്തിയാൽ എൻ്റെ ജോലി തടസ്സം മാറ്റിത്തരണമേ. കർത്താവായ യേശുവേ, അങ്ങേ തിരുവചനങ്ങളുടെ ശക്തിയാൽ എൻ്റെ ജോലി തടസ്സം മാറ്റിത്തരണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ജോലി എന്നുള്ള ആഗ്രഹവുമായിട്ട് അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറുവാനായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഈ നിമിഷം വീണ്ടും വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമുക്കുറച്ച് വിശ്വസിക്കാം, നമുക്കുറച്ച് വിശ്വസിക്കാം. ദൈവം നമ്മളെ കടാക്ഷിക്കുന്നു, നമ്മുടെ ജോലി മേഖലകളിലെ തടസ്സങ്ങൾ നീക്കിത്തരുന്നുവെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കർത്താവായ ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ തിരുവചനങ്ങളുടെ ശക്തിയാൽ, അങ്ങേ തിരുവചനങ്ങളുടെ ശക്തിയാൽ, അങ്ങയുടെ തിരുവചനങ്ങളുടെ ശക്തിയാൽ എൻ്റെ ജോലി തടസ്സം, ഞങ്ങളുടെ ജോലി തടസ്സം മാറ്റിത്തരണമേ, മാറ്റിത്തരണമേ. സുഭാഷിതങ്ങൾ 30:8 പറയുന്നു: കർത്താവിലെ ഉറച്ചു വിശ്വസിക്കുക, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു ലഭിക്കും. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ. സങ്കീർത്തനം 27:14 പറയുന്നു: കർത്താവിൽ പ്രത്യാശ വയ്ക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിനെ കാത്തിരിക്കുവിൻ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിൽ പ്രത്യാശ വയ്ക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ, കാത്തിരിക്കുവിൻ. കർത്താവായ ഈശോയെ, അങ്ങേ തിരുവചനങ്ങളുടെ ശക്തിയാൽ എൻ്റെ ജോലി തടസ്സം മാറ്റിത്തരണമേ, 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 മാറ്റിത്തരണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. എന്തു ഭക്ഷിക്കും, എന്തു ധരിക്കും, എങ്ങനെയായിരിക്കുമെന്ന് വിചാരിച്ച് ഉത്കണ്ഠപ്പെടരുത്. ഇതെല്ലാം വിജാതീയരാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം അറിയാമെന്ന്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾക്കൊരു തൊഴിൽ ആവശ്യമാണെന്ന്, നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകണമെന്ന്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു തൊഴിൽ മേഖലയിൽ എത്തിച്ചേരണമെന്നുള്ള കാര്യം പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. വീണ്ടും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം: ഒന്നിനെയും കുറിച്ച് ആകുലരാകേണ്ട, ഒന്നിനെയും കുറിച്ച് ആകുലരാകേണ്ട, ഒന്നിനെയും കുറിച്ച് ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ, കൃതജ്ഞതാ സ്തോത്രത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ, കൃതജ്ഞതാ സ്തോത്രത്തിലൂടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. കർത്താവായ ഈശോയെ,
കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഈ ആരാധനയിൽ സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും വീണ്ടും യാചിക്കുന്നു. ഞങ്ങളുടെ തൊഴിൽ മേഖലകളിലെ എല്ലാ തടസ്സങ്ങളും ഞങ്ങൾക്ക് നീക്കിത്തരണമേ. എല്ലാ തടസ്സങ്ങളും ഞങ്ങൾക്ക് നീക്കിത്തരണമേ. സങ്കീർത്തനം 121. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. 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 നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതു ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. കർത്താവായ ഈശോയെ, 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 ഞങ്ങളുടെ ജോലി തടസ്സങ്ങൾ മാറ്റി തരണമേ. ഞങ്ങളുടെ ജോലി തടസ്സങ്ങൾ മാറ്റി തരണമേ. ഏറ്റവും നിഷ്കളങ്കമായ ഭക്തിയോടെ, ഏറ്റവും നിഷ്കളങ്കമായ പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ വരുന്നു ഈശോയെ, ആയിരിക്കുന്നു ഈശോയെ. സങ്കീർത്തനം 131 ഏറ്റു ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല. എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല. എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻകാര്യങ്ങളും വിസ്മയകരമായ പ്രവർത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല. എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻകാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവർത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല. മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ അങ്ങേ തിരുമുമ്പിൽ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. ഇസ്രായേലേ, ഇന്നുമെന്നും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഇസ്രായേലേ, ഇന്നുമെന്നും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഇസ്രായേലേ, ഇന്നുമെന്നും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഈശോയെ, ഈശോയെ, വലിയ പ്രത്യാശയോടെ, വലിയ പ്രത്യാശയോടെ, വലിയ പ്രത്യാശയോടെ ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ എല്ലാ ജോലി തടസ്സങ്ങളും മാറുമെന്നും ഞങ്ങളുടെ തൊഴിൽ മേഖലകൾ തുറന്നു കിട്ടുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. 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 ഈ നിമിഷം ഈശോയെ, സങ്കീർത്തനം 91 3 പ്രാവശ്യം ഏറ്റു പറഞ്ഞുകൊണ്ട് അങ്ങിലുള്ള വിശ്വാസത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജോലി തടസ്സം മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലിൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുഭാഗത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതന് നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിൻ്റെ മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും.
തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതന് നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിൻ്റെ മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനു കാണിച്ചു കൊടുക്കും. ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ തൊഴിൽ മേഖലകളിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി ഈ നിമിഷം എന്നെ സഹായിക്കുമെന്ന്, ഈ നിമിഷം എൻ്റെ ഈ അവസ്ഥയിലേക്ക് മാറ്റമുണ്ടാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളാണ് ഈ മക്കൾക്ക് വേണ്ടി ആരാധനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ മക്കൾക്ക് വേണ്ടി ഈ ആരാധന സമർപ്പിക്കുക. തൊഴിലില്ലാത്ത സഹോദരങ്ങളാണെങ്കിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും ഈശോ തൻ്റെ പരിശുദ്ധ കുർബാനയാൽ ഈ നിമിഷം എല്ലാം നീക്കി തരികയാണ്. നമുക്കറിയാം, പരിശുദ്ധ കുർബാനയേക്കാൾ ശക്തമായിട്ടുള്ളൊരായുധം നമുക്കില്ല. പരിശുദ്ധ കുർബാനയിൽ ഉറച്ചു വിശ്വസിക്കുക. ഈ നിമിഷം നമ്മുടെ തൊഴിൽ മേഖലകളിലെ എല്ലാ തടസ്സങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ, 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 ഈ മക്കളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ. ഈ മക്കളെ അങ്ങ് സഹായിക്കണമേ ഈശോയെ. ഈ മക്കളെ അങ്ങ് സഹായിക്കണമേ ഈശോയെ. ഈ മക്കളെ അങ്ങ് സഹായിക്കണമേ ഈശോയെ. അവരുടെ തൊഴിൽ മേഖലകളിലെ എല്ലാ തടസ്സങ്ങളും ഈ നിമിഷം നീക്കി കൊടുക്കണമേ ഈശോയെ. അവിടെ തൊഴിൽ മേഖലകളിലുള്ള എല്ലാ തടസ്സങ്ങളും ഈ നിമിഷം നീക്കി കൊടുക്കണമേ ഈശോയെ. അവരുടെ തൊഴിൽ മേഖലകളിലുള്ള എല്ലാ തടസ്സങ്ങളും ഈ നിമിഷം ഏറ്റവും മാറ്റി കൊടുക്കണമേ ഈശോയെ. ഈശോയെ, 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 അങ്ങയുടെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈശോയെ, തൊഴിൽ മേഖലകളിൽ എല്ലാ തടസ്സം നീക്കി കൊടുക്കണം ഈശോയെ. ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു.